അഭിനന്ദിയ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ, ശ്രേഷ്ഠ വൈദികരെ, മതവൈവിധ്യങ്ങളുടെ നടുവിലെ പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ള വിഷയത്തെ അധികരിച്ച് അഭിനന്ദിയ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമനസ്സുകൊണ്ട് വളരെ ചുരുക്കത്തിലെങ്കിലും ആധികാരികമായിട്ട് നമ്മോട് സംസാരിച്ചു. ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ ത്രിമാന തലങ്ങൾ, പ്രബോധനത്തിൻ്റെയും അജപാലനത്തിൻ്റെയും കർമ്മ അനുഷ്ഠാനങ്ങളുടെയും തലങ്ങളെക്കുറിച്ച് അഭിനന്ദിയ തിരുമനസ്സുകൊണ്ട് സൂചിപ്പിച്ചു. മതവൈവിധ്യങ്ങളുടെ നടുവിൽ, മതബഹുലതയുടെ നടുവിൽ ഒരു ക്രൈസ്തവ പുരോഹിതന് തൻ്റെ ശുശ്രൂഷ എപ്രകാരം മെച്ചപ്പെടുത്താം, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് സ്വീകരിക്കാമെന്ന് തിരുമനസ്സുകൊണ്ട് നമ്മോട് ഓർപ്പിച്ചു. ഒരു സെക്കൻഡറി സോഴ്സായിട്ട്, അല്ലെങ്കിൽ ഒരു കാറ്റലിറ്റിക് റോൾ ഓഫ് അതർ റിലീജിയൻസ്, നമ്മുടെ വിശ്വാസത്തെയോ ആരാധനാ രീതികളെയോ ജീവിതക്രമങ്ങളെയോ ഒട്ടും തന്നെ മാറ്റാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് എന്നാൽ അതിനെ പരിപുഷ്ടിപ്പെടുത്തുന്ന തലത്തിലുള്ള മാർഗങ്ങൾ മറ്റ് മതങ്ങളിൽ നിന്ന് സ്വീകരിക്കാം എന്നൊരു തലം തിരുമനസ്സുകൊണ്ട് വിശദീകരിച്ചു. ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നമ്മുടെ കുറവുകളെ ഒന്ന് ചൂണ്ടിക്കാട്ടുന്ന ചൂണ്ടുപലകളായിട്ടൊക്കെയും അതിനെ മനസ്സിലാക്കാം. സംയുക്തമായിട്ട് പ്രവർത്തിക്കാവുന്ന മേഖലകൾ, അതിനെക്കുറിച്ച് അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ഓർപ്പിക്കുകയുണ്ടായി. നല്ലൊരു കാര്യം പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടത്, പലപ്പോഴും മറ്റ് മതങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ ദൂരെ മാറി നിന്നുകൊണ്ട് സഹോദര ഹൈന്ദവനെന്നോ സഹോദര ഇസ്ലാമെന്നോ മാത്രം മനസ്സിലാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പലപ്പോഴും നാം മാറാറുണ്ട്. ചുറ്റുമുള്ളതിനെ എല്ലാം തെറ്റെന്നോ തിന്മയെന്നോ ഒക്കെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എങ്കിലും പൗരോഹിത്യ വൃന്ദമാകുന്ന നാമൊക്കെ മാറിപ്പോകാറുണ്ട്. ഒരാവശ്യമായ ഒരു പഠനം, എനിക്ക് ചുറ്റുമുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും നാം പരാജയപ്പെടുന്നില്ലേ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം. എനിക്ക് തോന്നുന്നു തിരുമനസ്സുകൊണ്ട് സൂചിപ്പിച്ച ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ എപ്രകാരം മെച്ചപ്പെടുത്താമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തിരുമനസ്സുകൊണ്ട് ചില സൂചനകൾ നമുക്ക് നൽകുകയുണ്ടായി. നമുക്കറിയാം, പഴയ സഭാ ജീവിതം, പഴയ ചൊല്ലുകളൊക്കെ കേട്ടിട്ടുണ്ട്. അശുദ്ധമായത് പൗലോസ് തൊട്ടാൽ ശുദ്ധമാകുമെന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച്, ക്രൈസ്തവനെക്കുറിച്ച് അവൻ്റെ സ്പർശനം അശുദ്ധിയെ ശുദ്ധമാക്കുന്നതെന്ന് പഴയ സമൂഹം നനച്ചിരുന്നുവെങ്കിൽ ഇന്ന് പുരോഹിതരായ നാം പോലും തൊട്ടാൽ, അല്ലെങ്കിൽ നമ്മെ കാണുന്നത് പോലും പലപ്പോഴും തിന്മയെന്ന് നമ്മുടെ ചുറ്റുമുള്ള സമൂഹം നനയ്ക്കുന്നുവെങ്കിൽ ഒരു ആത്മവിമർശനമായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, സമൂഹ മധ്യത്തിൽ നമ്മുടെ സാക്ഷ്യം എന്തെന്നുള്ളത്. അതിനാൽ പഴയ സഭയുടെ യശസ്സിനെ വീണ്ടെടുക്കുന്നവനായിട്ട്, അല്ലെങ്കിൽ മതവൈവിധ്യങ്ങളുടെ നടുവിൽ സഭയെ പണിയുന്നവനായിട്ട് പുരോഹിതൻ മാറണമെന്നൊരു എളിയ ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ്. കൽദായ സഭയുടെ കാലം ചെയ്ത പൗലോസ് തിരുമനസ്സുകൊണ്ട് ഡീ ചർച്ചിങ് എന്നൊരു വാക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. സഭ പിന്നോട്ട് പോയതിനെക്കുറിച്ചാണ് അദ്ദേഹം ഓർപ്പിക്കുന്നത്, ഡീ ചർച്ചിങ് എന്ന വാക്കുകൊണ്ട്. പഴയ കാല ദർശനങ്ങളിൽ നിന്ന് സഭ പിന്നോട്ട് പോയി സമൂഹ മധ്യത്തിൽ. തിരുമനസ്സുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാമൂഹിക വിപത്തുകൾ, മദ്യത്തിൻ്റെതാകാം, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടേതാകാം, അഴിമതിയുടേതാകാം, ഇവിടെയൊന്നും ഇന്ന് ക്രൈസ്തവ പുരോഹിതന് പ്രത്യേകിച്ച് എന്തെങ്കിലും റോളുകൾ ഉള്ളതായിട്ട് നാം കാണുന്നില്ല. മറ്റ് പലരും സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടുമ്പോൾ പലപ്പോഴും നാം ഒക്കെ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഇടവകകളിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ട് ചില സ്വാർത്ഥാനുഭവങ്ങളിലേക്ക് ചുരുങ്ങുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. മതവൈവിധ്യങ്ങളുടെ നടുവിൽ സഭയെ ആഴത്തിൽ പണിയുന്നവരായിട്ട് നമുക്ക് മാറാം. ഒപ്പം മതവൈവിധ്യങ്ങളുടെ നടുവിൽ ബന്ധങ്ങളുടെ ഒരു ശുശ്രൂഷകനായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടവകകൾ നമുക്കറിയാം, മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതേ അനുഭവം നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുണ്ട്, മറ്റു മതങ്ങളിലുമുണ്ട്. മറ്റ് മതത്തിലുള്ള ആളുകളുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ തിരുമനസ്സുകൊണ്ട് പറഞ്ഞ ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നല്ല മാതൃകയുള്ളവനായിട്ട്, നല്ല ജീവിതം നയിക്കുന്നവനായിട്ട്, വ്യക്തിപരമായ വിശുദ്ധിയുള്ളവനായിട്ട് ജീവിച്ചുകൊണ്ട് ബന്ധങ്ങളുടെ ശുശ്രൂഷകനായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ധാർമ്മികമായ ഒരു മാതൃക പലപ്പോഴും നമ്മുടെ പൗരോഹിത്യ ഗണത്തിൽ നിന്ന് ഇല്ലാതെയാവുന്നുവെന്ന് ആത്മവിമർശനമായിട്ടെങ്കിലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരാത്മബോധനം മറ്റു മതങ്ങളുടെ മുന്നിൽ നമ്മുടെ യശസ് ഉയർത്തുവാൻ, നമ്മുടെ ശുശ്രൂഷകൾ മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് പ്രയോജനമാകണം. ഒരു വലിയ വിഷയം തുറന്ന ചർച്ചയ്ക്കായിട്ട് നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു മനസ്സുകൊണ്ട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. മതവൈവിധ്യങ്ങളുടെ നടുവിലെ ക്രൈസ്തവ ശുശ്രൂഷ. മറ്റ് മതങ്ങളുടെ മുന്നിൽ
ക്രിസ്തു എന്നിലേക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിൻ്റെ നിറവ് ഒട്ടും നഷ്ടമാകാതെയും എന്നാൽ അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുമനസ്സുകൊണ്ട് സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു വാക്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഓർക്കാറുള്ളൊരു കാര്യമാണ്, എൻ്റെ മതം മാത്രം മികച്ചതെന്ന് നനച്ചുകൊണ്ട് മറ്റുള്ളതെല്ലാം തിന്മയെന്ന് ധരിച്ചുകൊണ്ട് ഭാരതത്തെ പോലെ ഒരു മതബഹുലമായ സമൂഹത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്. അവിടെയൊക്കെയും ഒരു സെൽഫ് കൺവിക്ഷൻ, എനിക്ക് 100% ഉറപ്പുണ്ട് സത്യമെന്ന്, ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും കൂടെ അംഗീകരിക്കുവാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക്, തുറന്ന ഒരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സുകളും വളരേണ്ടിയിരിക്കുന്നു. അഭിനന്ദ തിരുമനസ് പറഞ്ഞ അഭിപ്രായങ്ങൾ ഇതിനോട് ചേർത്ത് വായിച്ച് തീർച്ചയായും നമ്മുടെ ശുശ്രൂഷകൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതികരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.